ഈ ഓണദിനത്തിൻ്റെ പുണ്യനാളിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അമ്പലപ്പുഴയിലാണ്. അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അമ്പലപ്പുഴയിലെ ഉണ്ണിക്കണ്ണനും പിന്നെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് ഏറെ പ്രിയങ്കരമായ അമ്പലപ്പുഴ പാൽപ്പായസവുമാണ്. അമ്പലപ്പുഴ പാൽപ്പായസത്തെക്കുറിച്ച് കേട്ടറിയാത്തവരായ ആരും തന്നെയില്ല. എന്തായാലും ശരി തന്നെ, ഈ നല്ല ദിവസം, ഈ ഓണനാളിൽ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ചേരുവകളെക്കുറിച്ച് എന്താണെന്ന് അറിയാനും ഒന്ന് മനസ്സിലാക്കാനുമേ നമുക്കൊരു ശ്രമം നടത്താം. എന്തായാലും ആദ്യം ഞാൻ ഉണ്ണിക്കണ്ണനെ ഒന്ന് കണ്ട് മടങ്ങി വരാം. എല്ലാം നല്ലതെന്ന് പറയും പോലെയാണ്. കാരണം ഈ ക്ഷേത്രാങ്കണത്തിൽ വന്നപ്പോൾ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുമ്പോൾ, പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ വിശദാംശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതോടൊപ്പം പ്രേക്ഷകർക്കും മനസ്സിലാക്കണമെന്നൊരു ആഗ്രഹം മനസ്സിൽ വരികയും ഒപ്പം ഇവിടുത്തെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ തരത്തിലുള്ള ഒരാളെ പരിചയപ്പെടാനും കഴിഞ്ഞു. നമസ്കാരം സാർ. സാറിൻ്റെ പേര്? ശ്രീകുമാർ വല്യമഠം. ശ്രീകുമാർ വല്യമഠം. സാർ ഇവിടുത്തെ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ കോയ്മസ്ഥാനിയാണ്. കോയ്മസ്ഥാനിയാണ്. അത് വിഗ്രഹത്തിന്റെ ഉടമസ്ഥാവകാശം ഞങ്ങളുടെ കുടുംബത്തിനായിരുന്നു. കുറിച്ചിയിൽ നിന്ന് അമ്പലപ്പുഴയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്നപ്പോൾ കുറിച്ചിയിൽ നിന്ന് കൊണ്ടുവന്ന വഴിക്ക് ഞങ്ങളുടെ കുടുംബത്തെ വെച്ചാരാധിച്ചിരുന്ന വിഗ്രഹമായിരുന്നു അത്. ഞങ്ങളെ ഉൾപ്പെടെയാണ് കുറിച്ചിയിൽ നിന്ന് അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് ഇവിടെ രാജാവ് കുടുംബം വേറെ വീട് നിർമ്മിച്ചു തന്ന് അവിടെ ഞങ്ങൾ താമസിക്കുക. ഏത് രാജാവിന്റെ? ചെമ്പകശ്ശേരി ദേവനാരായണ രാജാവാണ് ഈ അമ്പലപ്പുഴ ക്ഷേത്രം നിർമ്മിച്ചത്. ചെമ്പകശ്ശേരി ദേവനാരായണ രാജാവ്. ഏതാണ്ട് 397 വർഷമായി. 1614 ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. ഓ, അത് ശരി ശരി. എല്ലാവരും ആദ്യം അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ, അമ്പലപ്പുഴ കണ്ണൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ഇവിടുത്തെ ഈ അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ ഒരു കാര്യമാണ്. എങ്ങനെയാണ് പാൽപ്പായസം പോലെ എന്നൊരു വചനം തന്നെ മലയാള ഭാഷയിലുണ്ട്. തീർച്ചയായിട്ടും. കാരണം അതിനെ വെല്ലുന്ന വേറൊന്ന് മാറ്റിവെക്കുവാൻ നമുക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം. ഏറ്റവും രുചികരമായ രീതിയിൽ ഏറ്റവും ഭഗവാൻ ഇഷ്ടപ്പെട്ട നൈവേദ്യമാണ്, മഹാനൈവേദ്യമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രം തന്നെയുണ്ട്. ഒന്ന് പറയാമോ അത്? തലവടി പട്ടമന ഇല്ലുവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അമ്പലപ്പുഴ പാൽപ്പായസം എന്ന ചരിത്രം. ദേവനാരായണ മഹാരാജാവ് തലവടി എന്ന് പറയുന്ന പ്രദേശം, ചെമ്പകശ്ശേരിയുടെ കീഴിലുണ്ടായിരുന്ന തലവടി പ്രദേശത്ത് എല്ലാ മാസവും ആയുധ അഭ്യാസങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് പട്ടമന ഇല്ലത്ത് താമസിച്ചുകൊണ്ട് ഈ ആയുധ അഭ്യാസങ്ങൾ പരിശോധിക്കുന്ന കൂട്ടത്തിൽ അവർ തമ്മിൽ ചതുരംഗം കളിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു തവണ അമ്പലപ്പുഴ പ്രദേശത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട് കൃഷി ഇറക്കുന്നതിന് വിത്ത് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായി. വെട്ടുകിളികളുടെ ശല്യം മൂലം നെല്ല് മുഴുവൻ നശിച്ചു പോവുകയും അടുത്ത കൃഷി ഇറക്കുന്നതിന് വിത്തില്ലാതെ വന്ന സാഹചര്യത്തിൽ പട്ടമന തിരുമേനിയോട് രാജാവ് 5000 പറ നെല്ല് കടം ചോദിക്കുന്നു. രാജാവിന് ചോദിച്ചതായതുകൊണ്ട് 5000 പറ നെല്ല് ആ പട്ടമന തിരുമേനി കടം കൊടുക്കുകയും രാജാവിൻ്റെ ആൾക്കാർ ചെന്ന് അവിടുന്ന് വിത്ത് കൊണ്ടുവന്ന് അമ്പലപ്പുഴ പ്രദേശത്തുള്ള കൃഷി അടുത്ത വർഷം ഭംഗിയായി നടത്തുകയും ചെയ്തു. രാജാവ് പറഞ്ഞിരുന്നത് കൃഷി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ വിത്ത് തിരിച്ചു കൊടുത്തുകൊള്ളാം എന്നുള്ള കണ്ടീഷനായിരുന്നു. പക്ഷെ വർഷങ്ങൾ കുറച്ചേറെ കഴിഞ്ഞിട്ടും രാജാവ് ഈ നെല്ല് പട്ടമന തിരുമേനിക്ക് തിരികെ കൊടുത്തില്ല. പട്ടമന ഇല്ല നിൽക്കുന്ന തലവടി പ്രദേശത്ത് ഒരു വിത്ത് ഇല്ലാത്ത അവസ്ഥ ഉണ്ടായപ്പോൾ രാജാവ് കണ്ട് ഈ നെല്ല് കൊതിക്കുന്നതിനായി പട്ടമന തിരുമേനി ഇവിടെ എത്തുകയും ദേവനാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന നെല്ല് തിരികെ തരാതെ അങ്ങ് ഉച്ചപൂജ തൊടാൻ പോകരുത് എന്ന് വിലക്കുകയും ചെയ്തു. പക്ഷേ രാജാവിൻ്റെ ഉദ്ദേശം ഇത് കൊടുത്തിരുന്നു എന്നുള്ളതാണ് രാജാവ് അറിഞ്ഞിരുന്നത്. പക്ഷേ ബുദ്ധിമാനായ മന്ത്രിയാണ് ഇത് ഇടയിൽ നിന്ന് ഇത് കൊടുക്കാതിരുന്നത്. പാറയിൽ മേനോൻ എന്ന് പറയുന്ന അതിസമർത്ഥനായ ഒരു മന്ത്രി ദേവനാരായണ രാജാവിനുണ്ടായിരുന്നു. അദ്ദേഹം ഈ നെല്ല് കൊടുക്കാതിരിക്കുകയും ഉച്ചപൂജയ്ക്ക് മുമ്പായി തന്നെ ഈ നെല്ല് തന്നെങ്കിൽ മാത്രമേ അങ്ങ് ദർശനത്തിന് പോകാവൂ എന്ന് പട്ടമന തിരുമേനി തടഞ്ഞു നിർത്തിയപ്പോൾ
മന്ത്രിയെ വിളിച്ച് കാര്യം അന്വേഷിക്കുകയും മന്ത്രി അന്നേരം തന്നെ ഈ നെല്ല് കൊടുക്കുന്നതിനുള്ള സംവിധാനം അടുത്തുള്ള പ്രദേശത്ത് നിന്നുള്ള നെല്ല് മുഴുവനും ക്ഷേത്രത്തിൻ്റെ ആനക്കൊട്ടിൽ കൊണ്ടുവന്ന് കൂട്ടുകയും ചെയ്തു. പക്ഷേ ഒരു വ്യവസ്ഥ വെച്ചു, ഈ നെല്ല് ഉച്ചപൂജയ്ക്ക് മുമ്പായി അളന്ന് മാറ്റി കൊണ്ടുപോകണം. 5000 പറ നെല്ലും അതിൻ്റെ പലിശയുണ്ട്. പലിശ ഉൾപ്പെടെ 36,000 പറ നെല്ലുണ്ട്. ഈ 36,000 പറ നെല്ല് അളന്നുകൊണ്ട് പോകാൻ എന്നിട്ട് സമീപത്തുള്ള മുഴുവൻ ആൾക്കാരെയും വിലക്കി, നിങ്ങളാരും ജോലിക്കാരും ഈ തിരുമേനിയെ സഹായിക്കാൻ പോകരുത് എന്ന് വിലക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഈ സമയത്തിനുള്ളിലായി ഈ നെല്ല് അളന്നു മാറ്റി കൊണ്ടുപോകാൻ വയ്യാത്ത ആ വിഷമഘട്ടത്തിൽ അതിൽ നിന്ന് ഒരു പിടി നെല്ല് വാരി തിരുനടയിൽ വെച്ചിട്ട് തിരുമേനി പറഞ്ഞു, ഇതിൻ്റെ പലിശ കൊണ്ട് എല്ലാ ദിവസവും ഭഗവാന് പാൽപ്പായസം നേദിക്കുക, ഞാൻ ഈ നെല്ല് ഉപേക്ഷിച്ച് പോവുകയാണെന്ന് പറഞ്ഞ് ദേവന് തന്നെ സമർപ്പിച്ച് ആ തിരുമേനി യാത്രയാവുകയാണ് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ പട്ടമന തിരുമേനിയുടെ നെല്ലിൻ്റെ പലിശ കൊണ്ടാണ് അമ്പലപ്പുഴയിലെ മഹാനിവേദ്യം നടന്നു വരുന്നത്. അല്ലാത്തൊരു ചരിത്ര സത്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ ഓണം നാളിൽ കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇവിടുത്തെ മണിക്കിണറിൽ നിന്നാണ് വെള്ളം എടുത്തിട്ടാണ് പായസം തയ്യാറാക്കുന്നതിനുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് അരിയും പഞ്ചസാരയും പാലും വെള്ളവുമാണ്. സാധാരണ അരി, അതായത് നെല്ല് കുത്തി എടുക്കുന്ന അരി 4 മുറുക്കിയതായിരിക്കണമെന്നാണ് പഴയ വ്യവസ്ഥ. നെല്ല് കുത്തി 4 മുറുക്കിയ അരി ആയിരിക്കണം. നെല്ല് കുത്തിയ അരി 4 ഉണക്കിയതായിരിക്കണം, മുറുക്കിയതായിരിക്കണം. പഞ്ചസാര, പാല്, വെള്ളം എന്ന് പറയുന്നത് മണിക്കിണറ്റിലെ വെള്ളവും ഈ പായസപ്പരിയോട് ചേർന്നുള്ള കിണറ്റിലെ വെള്ളവും തുല്യമായിട്ടാണ് ഈ വാർപ്പിൽ ഒഴിക്കുക. മണിക്കിണർ എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ ഇടത് ഭാഗത്ത് ഇവിടെ രഹസ്യമായി തന്നെ ഉള്ളൊരു കിണറാണത്. ആർക്കും അതിനകത്ത് പ്രവേശനമില്ല. അത് വളരെ പവിത്രമായി തന്നെ സംരക്ഷിക്കപ്പെടുന്ന മണിക്കിണറ്റിലെ വെള്ളവും പായസപ്പരിയോട് ചേർന്നുള്ള കിണറ്റിലെ വെള്ളവും തുല്യമായി ചേർത്ത് എത്ര പാലാണോ ഉപയോഗിക്കുന്നത് ആ പാലിൻ്റെ 4 ഇരട്ടി വെള്ളമാണ് വാർപ്പിൽ ആദ്യം ഒഴിക്കുക. ഒഴിച്ച് പാലൊഴിച്ച് വെള്ളവും പാലും കൂടെ വറ്റി ഗോപാല കഷായം എന്നൊരു പേരുണ്ട് അമ്പലപ്പുഴ പാൽപ്പായസത്തിന്. കഷായം വറ്റിക്കുന്നത് പോലെ പാലും വെള്ളവും കൂടി വറ്റി വന്ന് എത്ര വെള്ളം ഒഴിച്ചോ അത്രയും വെള്ളവും വറ്റി കുറുക്കി വന്നെങ്കിൽ മാത്രമേ പാൽപ്പായസത്തിൻ്റെ നിറവും പാൽപ്പായസത്തിൻ്റെ ഗുണവും കിട്ടുകയുള്ളൂ. ചെമ്പകപ്പൂവിൻ്റെ നിറമാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന്. സാധാരണ കുറുകി വറ്റി വരുമ്പോൾ അതിന് സമയമാകുമ്പോൾ വാസുദേവ എന്ന് വിളിച്ച് ആ വാസുദേവനെ സമർപ്പിച്ചുകൊണ്ടാണ് എല്ലാ നിവേദ്യങ്ങളും ഭഗവാൻ ചെയ്യുന്നത്. ശാന്തിക്കാർ വാസുദേവ എന്ന് വിളിക്കുമ്പോൾ ജീവനക്കാരവിടെ നിന്ന് പഞ്ചസാര കൊണ്ടുവന്ന് പാൽപ്പായസത്തിൽ ചേർക്കും. പഞ്ചസാര ചേർത്ത് വാർപ്പിൽ നിന്ന് താത്ത് വെച്ചതിന് ശേഷമാണ് ഭഗവാൻ ഇത് നിവേദിക്കുന്നത്. പാത്രത്തോടുകൂടി ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ പാൽപ്പായസവും അമ്പലപ്പുഴ ദേവന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് നേദിക്കണം. സാർ, ഇവിടെ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ തിടപ്പള്ളിയിൽ കയറിയിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് വലിയ തെറ്റായി പോകുന്നതാണ്. കാരണം അറിഞ്ഞ കാര്യങ്ങൾ പോലും മാന്യമായിട്ട് പാലിക്കാൻ നമുക്ക് കഴിയാറില്ല. അപ്പോൾ ഈ അറിയാത്ത രഹസ്യം തേടിയുള്ള യാത്ര തെറ്റാണെന്ന് അറിയാമെങ്കിലും അങ്ങ് ഇതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് ഇത്തരം ഇതിൻ്റെ എന്തൊക്കെ കൂട്ടുകൾ എന്നൊക്കെ ഒന്ന് പറയുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ? രാവിലെ ഒരു 3 മണിക്ക് നട തുറക്കുന്ന ക്ഷേത്രത്തിൽ അതോടൊപ്പം തന്നെ 3 മണിക്ക് തന്നെ ഈ 2 കിണറ്റിലെയും വെള്ളം വാർപ്പിനകത്തേക്ക് ഒഴിക്കുകയും അതിനുശേഷം 7 മണിയോടുകൂടി അതിനകത്ത് പാല് ചേർത്ത് വറ്റിച്ച് ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് അതിനകത്ത് അരിയിട്ട് വേവും. പാല് കുറുകി വറ്റിയതിന് ശേഷം അതിൽ അരിയിട്ട് വേവിന് ശേഷമാണ് ഈ വാസുദേവ വിളിച്ച് 12 മണിയോടുകൂടി വാസുദേവനെ വിളിച്ചു കഴിയുമ്പോൾ പഞ്ചസാര കൊണ്ടുവന്നതിൽ ചേർത്ത് ആ മിശ്രിതം കൂട്ടായി വരുന്നത്. അത് ദേവനുള്ള മഹാനിവേദ്യം എന്നുള്ള മാത്രമല്ല, അതൊരു ഔഷധമായിട്ട് കൂടി ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഗോപാല കഷായം എന്നാണ് പറയുന്ന പേര്. കാരണം അത് എന്ത് അസുഖങ്ങൾക്കും, ഇപ്പം ഡയബറ്റിക്കുള്ള ആളുകൾക്ക് പോലും ഈ പായസം കുടിച്ചതുകൊണ്ട് യാതൊരു ദോഷവും സംഭവിക്കത്തില്ല. ആ പായസത്തിരപ്പിലോട് ചേർന്നുള്ള ഈ കിണറ്റിലെ പകുതി വെള്ളവും മണിക്കിണറ്റിലെ ഇതാക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ തിടപ്പള്ളിയോട് ചേർന്നുള്ള കിണർ കണ്ടു,
ഇനി കാണാൻ പോകുന്ന മണിക്കിണറാണ്. കാരണം മണിക്കിണറിലെയും തിടപ്പള്ളിയിൽ ചേർന്നുള്ള കിണറിലെയും വെള്ളം സമാസമം ചേർത്തിട്ടാണ് അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറാക്കുന്നത്. ഇത് കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി ഓട്ടംതുള്ളൽ എന്ന കലാരൂപം അവതരിപ്പിച്ച കളത്തട്ടാണിത്. ഈ കളത്തട്ടിൽ വെച്ചാണ് കല്യാണ സൗഗന്ധികം ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി അവതരിപ്പിക്കുന്നത്. അപ്പോൾ കൂത്ത് നടന്നത് എവിടെയായിരുന്നു? കൂത്ത് നടന്ന നാടകശാലയോട് ചേർന്നുള്ള കൂത്തമ്പലത്തിലായിരുന്നു. ആ ചരിത്രം നമുക്കറിയാൻ തോന്നുന്നു. കാരണം അത് കൂത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്പ്യാർ അറിയാതെ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ അറിയാതെ ഉറങ്ങിപ്പോവുകയും അങ്ങനെ പരിഹസിച്ചയച്ച കലാകാരൻ്റെ മനസ്സിൽ, മുറിവേറ്റ കലാകാരൻ്റെ മനസ്സിലുണ്ടായ കലയാണ് തുള്ളൽ. ആ ഓട്ടത്തുള്ളലിന് സാക്ഷ്യം വഹിച്ച അല്ലെങ്കിൽ കാരണമായ വേദിയാണിതല്ലേ കളത്തട്ടാണ്. ഈ കളത്തട്ടിലാണ് കുഞ്ചൻ നമ്പ്യാർ ആദ്യമായിട്ട് ശീതങ്കം, കല്യാണ സൗഗന്ധികം എന്ന ശീതങ്കം തുള്ളൽ അവതരിപ്പിച്ചത്. ചാക്യാർ ഉപയോഗിച്ച മിഴാവാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും മണിക്കിണറൊന്ന് കാണാം. മണിക്കിണറിന്റെ മുൻഭാഗം മാത്രം നമുക്ക് കാണാം, അകത്തോട്ട് പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്താണ് മണിക്കിണർ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. വളരെ പവിത്രമായി സംരക്ഷിക്കപ്പെടുന്ന ഒരു കിണറാണിത്. അകത്തെ ദേവന്റെ അഭിഷേകം ചെയ്യുന്നതിനും ദേവന്റെ മറ്റ് ആവശ്യങ്ങൾക്കും എടുക്കുന്ന ജലവും ഈ കിണറ്റിലെ ജലമാണ്. അതോടൊപ്പം തന്നെ പാൽപ്പായസ തയ്യാറാക്കുന്നതിന് വേണ്ടി അതിനോട് ചേർന്നുള്ള കിണറ്റിലെ വെള്ളവും ഇതിലെ വെള്ളവും തുല്യമായി സമാസമം എടുത്താണ് പാൽപ്പായസം തയ്യാറാക്കുന്നത്. ദേവന്റെ ആവശ്യങ്ങൾക്കൂടെ ഉപയോഗിക്കുന്ന കിണറായ വെള്ളമായതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും പ്രവേശനമില്ല. ബ്രാഹ്മണർ മാത്രമാണ് അതിനകത്ത് കയറി വെള്ളം എടുക്കുക. കണ്ണന്റെ മാത്രം സ്വകാര്യ സ്വത്തായ, ഈ നാട്ടുകാരുടെ മാത്രം സ്വകാര്യ അഹങ്കാരമായ അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ കൂട്ടുകളെ കുറിച്ചൊക്കെ സാറിനോട് പോയി ചോദിച്ചറിയാം. പക്ഷേ അത് കാണുന്നതിനോട് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ചില കാര്യങ്ങൾ കാണേണ്ട എന്ന് തന്നെ വെക്കണമെന്നാണ്. രഹസ്യങ്ങൾ അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും. അതിന്റെ പവിത്രത നിലനിർത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രഹസ്യമായി തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തയ്യാറാക്കിയ പാൽപ്പായസം ദേവൻ നിവേദിക്കാനായിട്ട് കൊണ്ടുപോവാണല്ലേ? നമുക്കത് കാണാം. ഇതാണ് ഈ തിടപ്പള്ളിയിലാണ് തിടപ്പള്ളിയിലാണ് കൃത്യമായി പറയുക. അമ്പലത്തിനകത്തല്ല, പ്രത്യേകമായ തിടപ്പള്ളിയിലാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഒന്നാം ഭാഗമായിട്ട് കുറച്ച് പാൽപ്പായസം കൊണ്ടുപോയി. ഇനിയും മംഗലി എന്ന് പറയുന്ന ഒരു വലിയ പാത്രമുണ്ട്. മംഗലി അത് ദേവൻ ഉണ്ടാക്കുന്ന മുഴുവൻ സാധനങ്ങളും വഴിപാടുകളും ദേവന് സമർപ്പിച്ച് മുന്നിൽ കൊണ്ടുവന്ന് കാണണം എന്നുള്ളതാണ്. ഇതല്ലല്ലോ, ഇത് പാൽപ്പായസം വീണ്ടും കൊണ്ടുപോകുന്നത്. എല്ലാ ദിവസവും പാൽപ്പായസം വയ്ക്കുമല്ലോ? 365 ദിവസവും മുടങ്ങാതെ ദേവന് നടത്തുന്ന വഴിപാടാണ്. എല്ലാ ദിവസവും 4 ശാന്തിക്കാര് എത്ര സമയം എടുക്കുമായിരിക്കും സാധാരണ? വെളുപ്പിന് 3 മണി മുതൽ 12 മണി വരെ 9 മണിക്കൂർ സമയമാണ് ഇതിന്റെ ചിലവ് മൊത്തത്തിലാകുന്ന സമയം. അത് ശരി. 2 മണിയാകുമ്പോൾ തന്നെ ഇവർ കുളിച്ച് ഇതിന്റെ തയ്യാറെടുപ്പ് വേണ്ടി രാവിലെ 2 മണിക്ക് എല്ലാ ദിവസവും ഈ 4 പേര് തന്നെയാണോ മാറി മാറിയായിരിക്കും വരുന്നത്? മാറി വരാതെ. ഇത് ഒരു കുടുംബക്കാർ ചെയ്യുന്നതാണ്? അല്ല, കുടുംബമല്ല. ഇപ്പം ശാന്തിക്കാരെ തന്നെ ദിവസം കൂടെ അപ്പോയിന്റ് ചെയ്യുന്ന ശാന്തിക്കാരാണ്. അപ്പോൾ ഈ ആളുകൾ ഇങ്ങനെ മാറി വരുമ്പോൾ ഇതിന്റെ രുചിക്ക് മാറ്റം അങ്ങനെ ഇതൊരു ദൈവികമായ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓരോ ദിവസവും വിഭവങ്ങൾ വ്യത്യസ്തമായ അതിൻ്റെ രുചികളും കൂട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിരുന്നു. പക്ഷേ തിരുവോണ ദിവസത്തിന് ഇങ്ങനെ ഇത്രയും വലിയൊരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയതിലാണ് ഏറ്റവും വലിയ സന്തോഷമായിരുന്നത്. ഭഗവാനും തിരുവോണം എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാളാണ്. ഇവിടെ തന്നെ അമ്പലപ്പുഴ തന്നെ ആറാട്ടം എന്ന് പറയുന്നത് മീനമാസത്തിലെ തിരുവോണ നാളാണ്. മീനമാസത്തിലെ തിരുവോണത്തിലാണ് ആറാട്ട്. ഇത് നമുക്കാർക്കും അങ്ങനെ ഇത് ഇപ്പം മുഴുക്കാപ്പ് ചെയ്യും പോലെ നമ്മുടെ വഴിപാടല്ല. ഇത് ഒരു ഭക്തന്റെ വഴിപാടല്ല. ഒരു ഭക്തന്റെ വഴിപാട് ഇവിടെ തയ്യാറാക്കുന്ന മുഴുവൻ പായസവും ദേവന്റെ മുന്നിൽ സമർപ്പിക്കും. പക്ഷേങ്കിലും മംഗലം എന്താണ്? മംഗലി എന്ന് പറയുന്ന പാത്രം വിചിത്രമായ പാത്രത്തിൽ കൊണ്ടുവരുന്ന നിവേദ്യമാണ് കണ്ണൻ സമർപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഈ ഓണനാളിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. മംഗലിയിൽ പാൽപ്പായസം എടുത്തുകൊണ്ട് ഭഗവാന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ നമുക്ക്.
ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂരപ്പൻ അഭയം കൊടുത്ത സ്ഥലമാണ് അമ്പലപ്പുഴ. നമ്മൾ ആ ഗുരുവായൂരപ്പന്റെ നടയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ അമ്പലപ്പുഴ തന്നെ ഗുരുവായൂരപ്പന്റെ നടയുണ്ട്. നടയുണ്ട്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് 12 വർഷക്കാലം അമ്പലപ്പുഴ പാർത്ഥസാരഥി ഗുരുവായൂരപ്പന് അഭയം കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചിരുന്ന സ്ഥലമാണ് ഗുരുവായൂരപ്പൻ ദിവസവും അമ്പലപ്പുഴ പാൽപ്പായസം ഭക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ കഴിക്കുന്നതിന് വേണ്ടി അമ്പലപ്പുഴയിൽ എത്തുന്നു എന്നാണ് വിശ്വാസം. ഗുരുവായൂർ ഉച്ചപൂജയ്ക്ക് ശേഷം ഉച്ചശ്രീബലി അവിടെ നടക്കുന്നത് 4 മണിക്കാണ്. ഉച്ചശ്രീബലിക്ക് മുമ്പായി തന്നെ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിലെത്തും, അമ്പലപ്പുഴയിലെ ഭുവനപ്രസിദ്ധ നൈവേദ്യമായ പാൽപ്പായസം ഭരിക്കാൻ. കാരണം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഗുരുവായൂരപ്പൻ അഭയം കൊടുത്ത സ്ഥലമാണ് അമ്പലപ്പുഴ. 12 വർഷക്കാലം ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം യാതൊരു അക്രമവും കൂടാതെ കണ്ട് അല്ലെങ്കിൽ യാതൊരു കേടുപാടും കൂടാതെ കണ്ട് സംരക്ഷിച്ച സ്ഥലമാണിത്. അന്നത്തെ ദേവനാരായണ മഹാരാജാവ് ആ ഗുരുവായൂരപ്പനെ ഇവിടെ സംരക്ഷിച്ച സമയത്ത് അമ്പലപ്പുഴ ഭഗവാന് പാൽപ്പായസം നേദിച്ചതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പനും പാൽപ്പായസം നേദിക്കുമായിരുന്നു. ആ രുചി അറിഞ്ഞ ഗുരുവായൂരപ്പൻ ഇന്നും അമ്പലപ്പുഴ ഉച്ചപൂജ സമയം കഴിഞ്ഞാൽ അമ്പലപ്പുഴയിൽ വന്ന് പാൽപ്പായസം കഴിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് വിശ്വാസം. ഗുരുവായൂർ ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഇവിടെ, കാരണം ഉച്ചശീവേലിക്ക് നിൽക്കില്ല. അവിടെ ഉച്ചശീവേലി 4 മണിക്കാണ്. ഉച്ചശീവേലിക്ക് നിൽക്കാതെ അവിടുന്ന് ഉച്ചപൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ അമ്പലപ്പുഴയിലെ പാൽപ്പായസം കഴിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നു എന്നാണ് വിശ്വാസം. അപ്പൊ തന്നെ നമുക്ക് ഈ അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ പ്രാധാന്യവും മഹത്വവും ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ സത്യത്തില് ഇതിന്റെ ഒരു രുചി ഒന്ന് അറിയാൻ വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. കാരണം ഇപ്പൊ അവിടെ പോയി ക്യൂവിൽ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ കൊണ്ടുവരുന്നുണ്ട് ഇവിടുത്തെ നക്ഷത്രത്തിൽ തന്നെ. വളരെ സന്തോഷം. ഭഗവാന്റെ നിവേദ്യം കഴിച്ച് അതിന്റെ ഗുണഗണം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് ഒരിക്കലും ഇതിപ്പോ എനിക്കറിയാം, നമ്മൾ എല്ലാവരും ക്ഷേത്രത്തിൽ വന്നവർക്കൊക്കെ ഇത് രുചിച്ച് നോക്കാനും ഇതിന്റെ ടേസ്റ്റ് അറിയാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പിന്നെ ദർശനം നടത്താനും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇതിപ്പോൾ ഈ ഈ ഓണനാളിൽ ഇതിൻ്റെ എല്ലാവരും ആഗ്രഹിക്കുന്ന നിമിഷം എനിക്കിപ്പോൾ ആസ്വദിക്കാൻ കഴിയുകയാണ്. ഞാനൊന്ന് കഴിച്ചോട്ടെ സാർ? തീർച്ചയായും. സാധാരണ ഓരോ വിഭവങ്ങളും രുചിച്ച് നോക്കിയിട്ട് ഞാനിതിൻ്റെ രുചി നിങ്ങളോട് പറയാറുണ്ട്. പക്ഷേ ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ അംശമുള്ളതാണിത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അരിമണിയിൽ പോലും ചിട്ടവട്ടങ്ങൾ കുറിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സാർ? അത് 4 നുറുക്കിയ അരി ആയിരിക്കണം. ഒരു അരി 4 നുറുക്കണം. ഒരു അരി 4 നുറുക്കണം. അങ്ങനെ എത്രയോ പറകളാണല്ലേ, എത്രയോ പറകൾ ചേർക്കുന്നു. അപ്പം മണിക്കിണറിലെയും തിടപ്പള്ളിയോട് ചേർന്നുള്ളതുമായ ജലം ഒരു സമാസമം ചേർത്തിട്ട് പഞ്ചസാരയും പാലും ചേർത്ത് നന്നായിട്ട് ഉരുക്കി ഈ കളർ വരുന്നവരെ, ചെമ്പകപ്പൂവിൻ്റെ നിറം വരുന്നത് വരെ ഉരുക്കിയെടുക്കുന്ന ഈ പാൽപ്പായസം. ഈ പാൽപ്പായസത്തിൻ്റെ മധുരത്തിൻ്റെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, എങ്കിലും എനിക്കറിയില്ല. ഏറ്റവും സന്തോഷത്തോടു കൂടി ഒരിക്കൽ കൂടി ഭഗവാനെ വളരെ വളരെ സ്വാദിഷ്ടമായ ഈ വിഭവം തയ്യാറാക്കുന്ന വിധം പറഞ്ഞു തന്നതിനും അല്ലെങ്കിൽ ഇത് തന്നതിനൊക്കെ ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ നല്ല നാളിൽ ഈ വിവരങ്ങളൊക്കെ പങ്കുവച്ചതിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുന്നു സാർ.